കൗൺസിൽ അലങ്കോലമാക്കി സുഗതനെ സഹായിക്കാൻ വേണ്ടിയാണ്. സുഗതനെ സഹായിക്കാൻ വേണ്ടി കൗൺസിൽ അലങ്കോലമാക്കുകയാണ്. ഒരു ആബ്സെന്റ് ഉണ്ട്, ഈ ആബ്സെന്റ് മാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി സഹായിക്കുകയാണ്. ആരോപണം ഞാൻ തോപ്പെടും. എന്റെ അറ്റൻഡൻസ് ഉണ്ട്, എന്റെ അറ്റൻഡൻസ് ഉണ്ട്. കൗൺസിൽ കൂടി ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞ ആഭാസിയായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വനിതാ കൗൺസിലർമാരെ പിച്ചിൽ ചിന്തുകയും കൗൺസിലർമാരെ അടിക്കുകയാണ്. കാരണം നമ്മുടെ വനിതകളെ അടിക്കാൻ അവകാശം ആരും കൊടുത്തിട്ടില്ല. വന്നിരുന്ന ഉടനെ കൗൺസിൽ കൂടി 400ഓളം വിഷയങ്ങളുള്ളപ്പോൾ ആ അജണ്ട ചർച്ച ചെയ്യാതെ പാസ്സാക്കി ഞങ്ങൾ ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് ഏറെ നിർണായകമായ കൗൺസിൽ യോഗം നടക്കുകയാണ്. കാപ്പ കേസിൽ പ്രതിയാക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ജയിലിലാക്കപ്പെടുകയും ചെയ്ത സുഗതനെ കൗൺസിൽ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ അടക്കം CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. സമാനമായ അന്തരീക്ഷം കൗൺസിൽ യോഗത്തിലും ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ കൗൺസിൽ യോഗം നടക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. CPM കൗൺസിലർമാരെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസം നഗരസഭയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് നിരവധി CPM കൗൺസിലർമാർക്കും പരിക്ക് ഏറ്റിരുന്നു. 2 വനിതാ കൗൺസിലർമാരെ വീൽ ചെയറിൽ ഏറ്റിക്കൊണ്ടാണ് നിലവിലിപ്പോൾ കൗൺസിൽ യോഗത്തിൽ CPM-കാർ രംഗത്ത് വന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ മേയർ അജണ്ട പാസ്സാക്കാനുള്ള ശ്രമവും നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിനാടകീയമായ ദൃശ്യങ്ങൾ തന്നെയായിരിക്കും ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നടക്കുവാൻ പോകുന്നത്. മേയർ എന്തായാലും അജണ്ട വായിക്കുകയാണ്. അതിനിടയിൽ പ്രതിഷേധവും അരങ്ങേറും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഈ കൗൺസിൽ യോഗത്തിലേക്ക് എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളെയും മാധ്യമപ്രവർത്തകരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പോയാൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും. ബഹുമാനപ്പെട്ട അംഗങ്ങളൊക്കെ തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, ചർച്ചയിൽ പങ്കെടുക്കണം. അജണ്ടകൾ നിരവധി ദിവസങ്ങൾക്ക് മുമ്പ് എത്തിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കണം. അവസാനമായി ഒരിക്കൽ കൂടി പറയുന്നു, ബഹുമാനപ്പെട്ട അംഗങ്ങളൊക്കെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കണം. ഈ കൗൺസിൽ മുമ്പാകെ തന്നിട്ടുള്ള എല്ലാ അജണ്ടകളും പാസ്സായെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നു. പിരിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഈ കൗൺസിലിന്റെ അറ്റൻഡൻസ് ഒപ്പിടാതിരിക്കാൻ വേണ്ടി സുഗതനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അറ്റൻഡൻസ് ബുക്കാണ് സുഗതന്റെ കൊണ്ടോ ആബ്സെന്റ് ഇന്ന് ആബ്സെന്റ് ഇത് ഒപ്പിട്ടേക്കാണ്. ഇത് സുഗതനെ സഹായിക്കാൻ വേണ്ടിയാണ്. അറ്റൻഡൻസ് ബുക്ക് സുഗതനെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഈ ബഹളം ബഹുമാനപ്പെട്ട മേയർ തന്നെ മുൻകൈയെടുത്തത് സുഗതനെ സഹായിക്കാനാണ്. ഇന്ന് ആരും അറ്റൻഡൻസ് ഇല്ല. ഇന്ന് ആരുടെയും അറ്റൻഡൻസ് എടുക്കാതെ സുഗതനെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് എഴുതാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് സുഗതനെ സഹായിക്കാനാണ്. ഇന്ന് കൗൺസിൽ അലങ്കോലമാക്കി അറ്റൻഡൻസ് ഇടാതിരിക്കാൻ വേണ്ടിയാണ്. കൗൺസിൽ അലങ്കോലമാക്കി സുഗതനെ സഹായിക്കാൻ വേണ്ടിയാണ്. സുഗതനെ സഹായിക്കാൻ വേണ്ടി കൗൺസിൽ അലങ്കോലമാക്കുകയാണ്. ഒരു ആബ്സെന്റ് ഉണ്ട്, ഈ ആബ്സെന്റ് മാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി സഹായിക്കുകയാണ്. ഇത് അറ്റൻഡൻസ് ഇല്ലാതാക്കി നിങ്ങൾ അറ്റൻഡൻസ് സഹായിക്കാൻ വേണ്ടിയാണ്. ഇത് സുഗതനെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ആരുടെ അറ്റൻഡൻസ് എടുത്തിട്ടില്ല അത് പറഞ്ഞ് ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട മേയർ തന്നെ ഇന്ന് സംവിധാനങ്ങൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. രജിസ്റ്റർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഈ അറ്റൻഡൻസ് ബുക്ക് ആരും ഒപ്പിടാതെ
ഇതിരിക്കുകയാണ്. ഇത് എന്നിട്ട് എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ആൾക്കാർ നോക്കാം. മേയർ തന്നെ അലങ്കോലമാക്കി. അപ്പൊ അറ്റൻഡൻസ് ഇടണ്ടല്ലോ. പക്ഷെ UDF അംഗങ്ങൾ നമ്മൾ അറ്റൻഡൻസ് ഇടുകയാണ്. കാരണം സുഗതനും ഇട്ടില്ല, ആരും ഇട്ടില്ലെങ്കിൽ പിന്നെ ഇല്ലാതാക്കാമല്ലോ. അത് വെച്ച് സുഗതനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. പക്ഷെ UDF അംഗങ്ങൾ ഇപ്പോൾ ഒപ്പിടും. അഡ്വക്കേറ്റ് ബിന്ദു ഞാൻ ആരും ഒപ്പിട്ടിട്ടില്ല. ആരും ഒപ്പിട്ടില്ല. ഞാൻ ഒപ്പിടും. എന്റെ അറ്റൻഡൻസ് ഉണ്ട്. എന്റെ അറ്റൻഡൻസ് ഉണ്ട്. കൗൺസിൽ കൂടി ഞങ്ങൾക്ക് ഒപ്പിടണം. നിങ്ങൾ മാത്രം ഒറ്റ ഞങ്ങൾക്ക് ഒപ്പിടണം. നിങ്ങൾ കൗൺസിൽ കൂടി കഴിഞ്ഞ് അറ്റൻഡൻസ് അവിടെ നല്ല അടിച്ചത് ശബരിനാഥല്ല. അവിടെ പരിപാടി കാണിക്കുന്ന RSS ഇതൊക്കെ ഗുണ്ടായിസം. എന്തോ ഒരു മതിയായിട്ട് ഗുണ്ടായിസം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ സ്ത്രീക്ക് സുരക്ഷയില്ല. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു ഭരണമാണ് ഇവിടെ നഗരസഭയിൽ. ആക്രമിച്ച ശബരിനാഥനെതിരെ നടപടിയെടുക്കണം. പെണ്ണുങ്ങളെയാണ് മുന്നിൽ നിർത്തിയത്. ശബരിനാഥാണ് ആക്രമിച്ചത്. നമ്മുടെ ചെയർപേഴ്സന്റെ ഒരു ഭരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മളുടെ അവസ്ഥ. നമ്മൾ ഏത് രീതിയിൽ വന്നു എന്നും ഇപ്പൊ എന്താണ് നമ്മുടെ അവസ്ഥ എന്നും നേരെ ചൊവ്വേ വസ്ത്രം ഇടാൻ പോലും സമ്മതിക്കാത്ത ഒരു വൃത്തികെട്ട തരം താഴ്ന്ന ഭരണസമിതിയാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇവിടെ UDF കൗൺസിലർമാർ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടുകയായിരുന്നു. വനിതകളടക്കമുള്ള കൗൺസിലർ മിനിറ്റ്സ് ബുക്ക് ഒപ്പിടുമ്പോൾ ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞ ആഭാസിയായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വനിതാ കൗൺസിലർമാരെ പിച്ച് ചിന്തുകയും കൗൺസിലർമാരെ അടിക്കുകയാണ്. കാരണം നമ്മുടെ വനിതകളെ അടിക്കാൻ അവകാശം കൊടുത്തിട്ടില്ല.
ഉദയനാണ്, അതെ ഉദയനാണ് ഞങ്ങളെ ക്രൂരമായിട്ട് ഇവിടെ വലിച്ചടിച്ചിട്ട്. അത് വെറുതെ വിടൂല. ചെമ്പഴന്തി ഉദയൻ, ചെമ്പഴന്തി ഉദയൻ, ചെമ്പഴന്തി ഉദയൻ, എവിടെയാണ് ചെമ്പഴന്തി ഉദയൻ? ചെമ്പഴന്തി ഉദയൻ എന്തോന്ന്? നിങ്ങൾ ആരെ പിടിച്ച് തള്ളിത്തള്ളാൻ ഒപ്പിട്ടില്ലെങ്കിൽ ആരും ഒപ്പിടേണ്ടതാണോ? നിങ്ങൾ കൗൺസിൽ കൂടി പാസ്സാക്കി പോയതല്ലേ? നിങ്ങൾ കൗൺസിൽ കൂടിയതല്ലേ? കൗൺസിൽ കൂടി അജണ്ട പാസ്സാക്കിയതല്ലേ? അജണ്ട പാസ്സാക്കിയതല്ലേ? അജണ്ട പാസ്സാക്കിയതല്ലേ? അജണ്ട പാസ്സാക്കിയതല്ലേ? പിന്നെ എന്തുകൊണ്ട് അറ്റൻഡൻസ് ഒപ്പിട്ടൂടാ? അജണ്ട പാസ്സാക്കിയതല്ലേ? നിങ്ങൾ കൗൺസിൽ കൂടി അജണ്ട പാസ്സാക്കിയതല്ലേ? കളി വേണ്ട കേട്ടോ. CPM-നോട് കളിക്കുന്ന ഇവിടെ കളി വേണ്ട കേട്ടോ. കളിക്കാൻ വന്നേക്കും. എന്താണ് CPM-നോട് കളിക്കുന്ന കളിയാ? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വിദ്യാഭ്യാസം കോൺഗ്രസിന്റെ UDF-ന്റെ വനിതകളെ അറ്റാക്ക് ചെയ്തേക്കാണ്. ആ വിദ്യാഭ്യാസ കമ്മിറ്റി എന്ത് വിദ്യാഭ്യാസ കമ്മിറ്റി? വിദ്യാഭ്യാസത്തിനാണ് സ്ത്രീകളായിട്ട് അടിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസ കമ്മിറ്റി. അത് കണ്ടു നോക്കാൻ നമ്മൾ നടന്നില്ല. വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മുടെ പെൺകുട്ടികളാണ് സ്ത്രീകളെയാണ് അടിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ നമ്മൾ പറ്റത്തില്ല. എന്നെ അടിച്ച് നിങ്ങൾ കണ്ടതല്ലേ? അറ്റൻഡൻസ് രജിസ്റ്റർ മനഃപൂർവ്വം ഇവർക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ഇവർ മനഃപൂർവ്വം നമ്മൾ ഒപ്പിട്ടപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ കയ്യിൽ നിന്നെടുത്തു. ഇന്നത്തെ ഷോ മൊത്തം കാണിച്ച അറ്റൻഡൻസ് രജിസ്റ്റർ നേടിയാണ്. പിന്നെ UDF കൗൺസിലർമാർ അടിക്കുകയാണ്. ചോദിക്കുന്നത് എന്റെ ജനത്തിന് ചേട്ടാ തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടോ? നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ പോലെ വായിച്ചോണ്ട് മുട്ടായി ഒന്നും അല്ലല്ലോ. ഇത് ഒപ്പിട്ട് കൊടുത്താൽ പോലെ ചെയർമാൻ വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങളെ കൗൺസിൽ കൂടി കഴിഞ്ഞാൽ അതിൽ അറ്റൻഡൻസ് ബുക്കിൽ കൗൺസിലർമാർ ഒപ്പിടുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് BJP-യുടെ മേയർ ശ്രീ VV രാജേഷ് ഇവിടെ വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയതിനു ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരാൾ പോലും അതിൽ ഒപ്പിട്ടിട്ടില്ല. ഒരാൾ പോലും ഒപ്പിടാത്ത തരത്തിൽ വളരെ നിഗൂഢമായി അവർ തീരുമാനിച്ച് ചർച്ച ചെയ്ത് വന്നതാണ്. വന്നിരുന്ന ഉടനെ കൗൺസിൽ കൂടി 400ഓളം വിഷയങ്ങളുള്ളപ്പോൾ ആ അജണ്ട ചർച്ച ചെയ്യാതെ പാസ്സാക്കി ഞങ്ങളെ ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല. എന്തായാലും ഡസൺ കണക്കിനുള്ള അജണ്ടയാണ് ഓരോ കൗൺസിലർമാർക്ക് മുൻപിലും ഇക്കഴിഞ്ഞ ദിവസം 3-4 ദിവസങ്ങൾക്ക് മുൻപേ നഗരസഭ ഓരോ കൗൺസിലർമാർക്കും നൽകിയത്. ഇത് വായിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്നാണ് നിലവിലിപ്പോൾ കൗൺസിലർമാർ പറയുന്നത്. ഇപ്പോൾ മേയർ VV രാജേഷ് ഈ അജണ്ടകളെല്ലാം തന്നെ വായിച്ചിരിക്കുകയാണ്, വായിച്ചു പൂർത്തിയാക്കിയിരിക്കുകയാണ്, അത് പാസ്സാക്കിയിരിക്കുകയാണ്. അതേസമയം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ്, അതായത് CPM-ന്റെ കൗൺസിലർമാരും UDF-ന്റെ കൗൺസിലർമാരും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നതിനിടയിൽ മേയർ അജണ്ട പാസ്സാക്കി മടങ്ങുകയായിരുന്നു. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.